ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കയ്യിലധികം പച്ചക്കറിയൊന്നുമില്ല. ഇത് എൻ്റെ കയ്യിൽ ആകെ 2 മുരിങ്ങക്കായുണ്ട്, വഴുതനങ്ങയുണ്ട്, പിന്നെ നമ്മുടെ തക്കാളിയുണ്ട്. അത് വെച്ചിട്ട് ഇന്ന് ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ നോർമലി തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെയാണ്. പക്ഷെ അതിന് പകരം ഞാൻ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പരിപ്പൊക്കെ കഴിക്കുമ്പോൾ ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് പരിപ്പ് പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ ഈ കടല പയറൊക്കെ തലേദിവസം വെള്ളത്തിലിടില്ല. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അതിനുശേഷം അത് നന്നായി കഴുകണം. അപ്പോൾ നമുക്ക് കുറച്ച് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ കുറയ്ക്കാൻ പറ്റും. ബ്ലോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ആ പരിപ്പ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ച് അതിനുശേഷം നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വഴുതനങ്ങയുണ്ട്, മുരിങ്ങക്കായുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാവരും പരിപ്പും പച്ചക്കറികളും ഒരുമിച്ച് വേവിക്കാറുണ്ട്. പക്ഷേ ഞാൻ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്. അപ്പോൾ പരിപ്പ് ഫസ്റ്റ് ഞാൻ വേവിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ വഴുതനങ്ങയും മുരിങ്ങക്കായും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികൾ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ കുക്കറിരുന്ന് വിസിലടിക്കട്ടെ. നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ കുറച്ച് കൂടുതൽ നമ്മുടെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്തോട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി പിന്നെ ഒരു സവാളയുടെ പീസാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം കേട്ടോ. അപ്പോൾ എണ്ണയിൽ നന്നായി അങ്ങ് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ കുറച്ചധികം കറിവേപ്പില എടുത്ത് വഴറ്റുക. അതുപോലെ പച്ചമുളക് പിന്നെ തക്കാളി ഇത്രയും അരിഞ്ഞത് നമ്മൾ ഈ ചീനച്ചട്ടിയിൽ അങ്ങ് ഫ്രൈ ആക്കിയെടുക്കുക. നന്നായി അങ്ങ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ സദ്യ സ്റ്റൈലിൽ സാമ്പാറൊക്കെ ഇല്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ സാമ്പാർ. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കറികൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്തത്. എന്താണെങ്കിലും അടിപൊളി സാമ്പാറാണ്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി അതെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ നമ്മുടെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു. പിന്നെ നമ്മുടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയും ചേർത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ആവശ്യമുള്ളത് നമുക്ക് പുളിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ പോയപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടി ഓഫാക്കി വെച്ചിട്ടു. ഇനി പുളിയുടെ കാര്യം നോക്കാം അല്ലേ. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിൻ്റെ പുളിവെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട. അപ്പോൾ പ്രഷർ വേണമെങ്കിൽ വേഗം കളയാം. മുരിങ്ങക്കായും വഴുതനങ്ങയൊക്കെ വേഗം വേവുന്ന സാധനങ്ങളാണ്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഈ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ പൊടിയും ഈ തക്കാളിയൊക്കെയുള്ള ആ ഒരു കണ്ടൻറ്റ് നമ്മൾ ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പുളിവെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. പിന്നെ ഇതാ കുറച്ചധികം കടുകിട്ട് കൊടുത്തു. അതുപോലെ നമ്മുടെ ചുവന്ന മുളക്, കറിവേപ്പില അത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് ആ സാമ്പാറിന് കുറച്ച് എടുത്തിട്ട് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ ഈ കടുക് പൊട്ടിച്ചതെല്ലാം അതിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു. എന്നിട്ട് ഇതാ കുറച്ച് കഷ്ണമൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിപ്പോൾ കട്ടിയായിട്ട് ഇരിക്കുവാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവില്ലെങ്കിൽ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കറിലോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാനിതാ സാമ്പാറിലോട്ട് എല്ലാം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടോ. പച്ചക്കറികൾ അധികം ഇല്ലെങ്കിലും നമുക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ.